തിരുസ്വരൂപങ്ങൾ പുൽക്കൂട്ടിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ നമ്മൾ ഔസേപ്പിതാവിനെയും മാതാവിനെയും ഉണ്ണിയേശുവിനെയും മാലാഖയൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വയ്ക്കും. പെട്ടെന്ന് ലാസ്റ്റ് സമയമാകുമ്പോൾ പെട്ടെന്ന് തിരക്ക് പിടിച്ച് അല്ലെങ്കിൽ വളരെയൊക്കെ പ്ലാൻ ചെയ്തൊക്കെ എടുത്തു വയ്ക്കും. ഇക്കുറി ഔസേപ്പിതാവിനെ എടുത്തു വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകണം. പുൽക്കൂടൊരുക്കിയ തിരുക്കുടുംബത്തെ സജ്ജമാക്കിയ ഔസേപ്പിതാവിനെ പോലെ ഒരു പിതാവ് നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ കുടുംബത്തെ പുൽക്കൂടാക്കാൻ, നമ്മുടെ കുടുംബത്തെ തിരുക്കുടുംബമാക്കാൻ നമുക്ക് വേണ്ടി കാവലായും കരുതലായും മാറിയ നമ്മുടെ അപ്പന്മാരെ ഓർക്കാം. ഈ കുറി ഔസേപ്പിതാവിൻ്റെ രൂപമെടുത്ത് പുൽക്കൂട്ടിലേക്ക് വയ്ക്കുമ്പോൾ നമ്മുടെ അപ്പന്മാരെ ഓർക്കാം. അവരുടെ ത്യാഗോജ്വലമായ ജീവിതത്തെ ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കാം. നമ്മളിലൂടെ, നമ്മുടെ കുടുംബങ്ങളിലൂടെ നമ്മുടെ എല്ലാ അപ്പന്മാരെയും അനുഗ്രഹിക്കണമേ എന്ന് ഔസേപ്പിതാവിൻ്റെ രൂപത്തെ നോക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസമൃദ്ധമായി നമ്മുടെ എല്ലാ അപ്പന്മാരെയും ഔസേപ്പിതാവിലൂടെ അനുഗ്രഹിക്കട്ടെ.